വംശീവിഭൂഷിതകരാൽ നവനീരദാഭാൽ പീതാംബരാൽ അരുണബിംബമലാധരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം. അഷ്ടഷഷ്ടിതമോധ്യായ 68 അധ്യായം. ശ്രീശുക ഉവാച ദുര്യോധനസുതാം രാജൻ ലക്ഷ്മണം സമിരിഞ്ജയ സ്വയംവരസ്ഥാം അഹരൽ സാംബോ ജാംബവതീ സുത. ശ്രീശുക ബ്രഹ്മർഷി പറയുകയാണ്, ഹേ രാജൻ പരീക്ഷത്തെ, സമിരിഞ്ജയ അതായത് യുദ്ധത്തിൽ നല്ല വീരനായിട്ടുള്ള ജാംബവതീസുത സാംബ, ജാംബവതിയുടെ പുത്രനായിട്ടുള്ള സാംബൻ, സ്വയംവരസ്ഥാം ദുര്യോധനസുതാം ലക്ഷ്മണം, ആ സ്വയംവര മണ്ഡപത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ദുര്യോധനന്റെ പുത്രിയായിട്ടുള്ള ലക്ഷ്മണയെ അഹരൽ ബലാൽ അപഹരിച്ചു. കൗരവാ കുപിതാ ഊജു ദുർവിനീതോയമർഭകം കദർത്ഥീകൃത്യ നക്കന്യം അകാമാം അഹരൽ ബലൽ. ഇത് കണ്ടപ്പോ കുപിത കൗരവ, വളരെയധികം ദേഷ്യം വന്നിട്ടുള്ള കൗരവന്മാരെല്ലാവരും കൂടിയിട്ട് പറയാൻ തുടങ്ങിയത്, അയം അർഭക, ഈ ബാലൻ ദുർവിനീത ഒതുക്കമില്ലാത്തവനാണെന്ന് പറയാണ്. ന കതിർത്തീകൃത, നമ്മളെയൊക്കെ നിസ്സാരരാക്കിയിട്ട് നമ്മളെയോടൊന്നൊരു ബഹുമാന വിലയൊന്നില്ലാണ്ട് അകാമാം കന്യം, അവനെ ആഗ്രഹിക്കുന്നൊന്നല്ല ഈ കന്യ എന്നിട്ട് കൂടിയിട്ട് ബലാൽ അഹരൽ, വളരെ ബലാൽക്കാരനെ അപഹരിച്ചില്ലേ എന്നാണ് അവർക്ക് വളരെയധികം ദേഷ്യം വന്നത്. പത്നീദേമം ദുർവിനീതം കിം കരിഷ്യന്തി വൃഷ്ണയ യേസ്മൽ പ്രസാദോപചിതം ദത്തം നോ ഭുഞ്ജതേ മഹിം. എന്ന് മാത്രമല്ല, ഇവരെങ്ങനെയാണ് ഇവനെ ദുർവിനീതം ഇമം ബത്നീത, ഒട്ടും വിനയല്ലാണ്ട് പ്രവൃത്തി ചെയ്തല്ല ഇവനെ നമ്മൾ ഉടനെ തന്നെ പിടിച്ചു കെട്ട് തന്നെ വേണമെന്ന് പറയുകയാണ്. വൃഷ്ണയ കിം കരിഷ, ആ യാദവന്മാരുടെ മകനാച്ചുകൊണ്ട് നമ്മൾക്ക് യാദവന്മാരെന്താ നമ്മളെന്തെങ്കിലും ചെയ്യാൻ പോകണ്ടോ, അവരെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലാന്ന്. ഏ ആസ്മൽ പ്രസാദോപചിതം, അവർ നമ്മൾ നൽകിയിട്ടുള്ള ഔദാര്യത്തിൽ അങ്ങനെ സമൃദ്ധമായിട്ട് കഴിയാണ്. ന ദത്താം മഹീം പുഞ്ചത, ഞങ്ങളാൽ നൽകപ്പെട്ടതായിട്ടുള്ള ഈ രാജ്യത്തെ ഇപ്പം അവരങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഒന്ന് പേടിക്കൊന്നും വേണ്ട. ഇവൻ്റെ ഈ അഹങ്കാരത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇവനെ പിടിച്ച് കെട്ടുതന്നെ വേണമെന്ന് പറയുകയാണ്. നിഗൃഹീതം സുതം ശ്രുത്വാ യജ്യേഷ്യന്തീഹ വൃഷ്ണയ ഭഗ്നർപാശമം യന്തി പ്രാണാ ഇവ സുസംജതാ. സുതം നിഗൃഹീതം ശ്രുത്വ എന്ന് ഇത്തിരി കൂടി പറയണ കൗരവന്മാർ, അതായത് തങ്ങളുടെ പുത്രനെ ഇങ്ങനെ ഇപ്രകാരം ബന്ധിക്കപ്പെട്ടവനായിട്ട് കേട്ടാൽ, വൃഷ്ണയ ഇഹ യതി ഏഷ്യന്തി, ഇനി ആ യാദവന്മാരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ, സുസംയത വളരെയധികം ഒരുക്കിയിട്ടുള്ള പ്രാണായിവ ഇന്ദ്രിയങ്ങളെന്നോണം, ഭഗ്നദർപ്പാശ ഗർവം ശമിച്ചവരായിട്ട്, ശമം യാന്തി ശമിച്ചുകൊള്ളെന്ന് പറയാൻ ഇവിടെ വന്ന അവരുടെ അഹങ്കാരം കൂടി നമുക്ക് തീർത്തിട്ട് അവരെ നമുക്ക് ഒതുക്കാവുന്നേ ഉള്ളൂ, പേടിക്കൊന്നും വേണ്ട എന്നാണ്. ഇരി കർണ ശലോഭൂരിർ യജ്ഞകേതു സുയോധന സാംബമാരേ വിരേ ബദ്ധും കുരുവൃദ്ധാനുമോദിത. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് കുരുവൃദ്ധാനുമോദിത, ഭീഷ്മപിതാമഹന്മാരുടെ അനുവാദത്തോടു കൂടിയിട്ട് അവർ സുയോധനൻ, ദുര്യോധനൻ, കർണൻ, ശലൻ, ഭൂരിശ്രവസ്, യജ്ഞകേതു ഇവരെല്ലാവരും കൂടിയിട്ട് സാംബം ബദ്ധും ആരേവിരേ, ആ സാംബനെ അങ്ങനെ ബന്ധിക്കാൻ വേണ്ടിയിട്ടാണ് പുറപ്പെട്ടു. ദൃഷ്ട്വാനുധാവത സാംബോ ധാർത്തരാഷ്ട്രാൻ മഹാരഥ പ്രഗൃഹ്യ രുചിരം ചാപം തസ്ഥൗ സിംഹ ഇവൈകല. അങ്ങനെ അനുധാവത ധാർത്തരാഷ്ട്രാൻ ദൃഷ്ട്വ, തൻ്റെ പിന്നാലെ ഓടി വരുന്ന ആ ദുര്യോധനാദികളെ കണ്ടിട്ട് മഹാരഥ സാമ്പനും അങ്ങനെ ചില്ലറക്കാരനെന്നല്ല, മഹാരഥനാണ്. സാമ്പൻ എന്ത് ചെയ്തു? രുചിരം ചാപം പ്രഗൃഹ്യ, നല്ലൊരു വില്ല് കയ്യിലെടുത്തിട്ട് അത് കുലച്ചിട്ട് ഒരു സിംഹത്തെ പോലെ ഏകല ഒറ്റയ്ക്ക് തസ്തവും നിലകൊണ്ട് അവരെ നേരിടാൻ വേണ്ടിയിട്ട് തിരിഞ്ഞങ്ങോട്ട് നിന്നു പറയുകയാണ് യുദ്ധത്തിന് ഒരുങ്ങിക്കൊണ്ട്.
തം തേ ജിഗൃക്ഷവ ക്രുദ്ധ തിഷ്ടതിഷ്ഠേതി വാഷിണ ആസദ്യതന്വിനോ ബാണൈർ കർണാഗ്രണ്യ സമാഗിരൻ. ക്രുദ്ധ ധന്വിന കർണാഗ്രണ്യ തേ, അവരെന്ത് ചെയ്തു? കോപം പൂണ്ട്. വളരെ എല്ലാവർക്കും ഈ എതിർത്തുള്ള മഹാരഥന്മാരെല്ലാവരും കോപം പൂണ്ടിട്ട് വില്ലേന്തിയവരായിട്ട് കർണനെ മുമ്പിൽ നിർത്തിയിട്ടുള്ളവരായിട്ടുള്ള അവര് തം ജിഗൃക്ഷവ, അവനെ പിടിച്ചു കെട്ടാൻ ഭാവിച്ചുകൊണ്ട് നിക്കട അവിടെ തിഷ്ട ഇതി ഭാഷിണ എന്ന് അട്ടഹസിച്ചുകൊണ്ട് ആസാദ്യ ബാണൈ സമാഗരൻ, അവനെ ചുറ്റും നിന്ന് ശാസ്ത്രങ്ങളെ കൊണ്ട് അങ്ങോട്ട് പൊതിഞ്ഞു. സോപവിദ്ധ കുരുശ്രേഷ്ഠ കുരുഭിർയതു നന്ദന നാമൃഷ്യൽ തദജിന്ത്യാർഭ സിംഹ ക്ഷുദ്രമൃഗൈരിവ. ഹേ കുരുശ്രേഷ്ഠ, പരീക്ഷിത്തേ എന്ന് പറയാണ്. അങ്ങയുടെ ആ വംശത്തിൻ്റെ മഹത്വങ്ങൾ രണ്ട് വശത്തുനിന്നും പറയാണ്. ഇതില്ലേ അജിന്ത്യാർഭ സ യദുനന്ദന, ശ്രീകൃഷ്ണപുത്രനായിട്ടുള്ള ആ യാദവബാലൻ കുരുഭി അപവിദ്ദ, ഇപ്രകാരം ആ കൗരവന്മാരാൽ അപമര്യാദയായി ഇങ്ങനെ എതിർക്കപ്പെട്ടപ്പോൾ ക്ഷുദ്രമൃഗൈ സിംഹ ഇവ, ഒരു ക്ഷുദ്രമൃഗങ്ങളാൽ എതിർക്കപ്പെട്ട സിംഹത്തെ പോലെ തത് നാമൃഷ്യൽ അതങ്ങോട്ട് സഹിച്ചില്ല എന്ന് പറയാണ്. വിസ്ഫുർജരുചിരം ചാപം സർവൻ വിവ്യാധസായകൈ കർണാദിൻ ഷഡ്രതൻ വീര താവൽഭിർ യുഗവൽ പൃഥക്. ആ വീരനായിട്ടുള്ള സാമ്പൻ രുചിരം ചാപം വിസ്ഫൂർജ, തൻ്റെ മനോഹരമായിട്ടുള്ള എങ്ങനെ ഞാണിൽ ജയിച്ചിട്ട് കർണാദീൻ ഷഡ് സർവാൻ, കർണൻ തുടങ്ങിയുള്ള 6 പേരെയും അവരുടെ രഥങ്ങളെയും രഥാൻ താവൽ അത്ര തന്നെ അമ്പുകൾ കൊണ്ട് യുഗപൽ ഏകകാലത്ത് പൃഥക് വിവ്യാധ, 6 പേരുടെ നേർക്കും അവരുടെ തേരിൻ്റെ നേർക്കും ഒരേ സമയം തൻ്റെ വില്ലിലെ അമ്പുകളെ കൊണ്ട് പ്രഹരിച്ചു ഈ സാമ്പൻ. ചതുർഭിശ്ചതുരോവാഹൻ ഏകൈകേന ച സാരഥിൻ രഥിനശ്ച മഹേശ്വാസാം തസ്യ തത്തേഭ്യഭൂജയൻ. എത്ര ശ്രേഷ്ഠനായിരുന്നു സാമ്പൻ എന്ന് പറയുകയാണ്. 4 വീതം ചതുർഭി ചതുര വാഹൻ ച, ആ 4 വീതം അമ്പുകൾ കൊണ്ട് ഓരോ തേരിലെയും ആ തേർക്കുതിരകളെയും ഓരോന്നുകൊണ്ട് ആ തേരിലേക്ക് സാരഥികളെയും മഹേശ്വാസം വലിയ വില്ലേന്തിയ ആ മഹാരഥികന്മാരെ ഓരോരുത്തരെയും എയ്തു എന്ന് പറയുകയാണ്. തസ്യ തൽ തേ അഭ്യഭൂജയ, അവരുടെ ആ സാമ്പൻ്റെ ആ പ്രവൃത്തികളെ, ആ മഹത്വ യുദ്ധ പരാക്രമം അവരെല്ലാവരും പ്രശംസിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ്. ഇവിടെ കർണൻ്റെ നേതൃത്വത്തിലുള്ള 6 പേരാണെന്നാണ് പറയുന്നത്. അതിൽ ഭീഷ്മരും കൂടി ഉണ്ടെന്നാണ് അതിൽ പറയണത്. അങ്ങനെയാണ് 6 പേരാവണത്. നേരത്തെ 5 പേരുടെ പേരേ പറഞ്ഞുള്ളൂ, ഭീഷ്മരും കൂടിയിട്ടാണ് 6 പേര്. തം തുതേ വിരതം ചക്രു ചത്വാര ചതുരോഹയൻ ഏകസ്തു സാരഥിം ജഗ്നേ ചിച്ഛേദാന്യ സരാസനം. ഈ സാമ്പൻ ഒറ്റയ്ക്കാണ് അവർ 6 പേരോട് നേരിട്ട് അവരോടൊക്കെ യുദ്ധം ചെയ്തത്. എന്നാൽ അവരെന്ത് ചെയ്തു? തം, ആ സാമ്പനെ തേതു, അവരാകട്ടെ വിരഥം ചക്രു, കുറച്ച് പേര് എങ്ങനെയാണ് 4 പേർ ചേർന്ന് 4 അശ്വങ്ങളെയും പിന്നെ രഥത്തിനെ ഇല്ലാണ്ടാക്കിയിട്ട് ഏകത് ഒരാൾ സാരഥിയെ കൊന്നു, അന്യ വേറൊരാൾ സാമ്പൻ്റെ വില്ലിനെയും കൊന്നു. 4 പേര് കൂടിയിട്ട് കുതിരകളെയും തേരിനെ കൊന്നു. ഒരാൾ സാമ്പൻ്റെ തേരാളിയെ കൊന്നു, ഒരാൾ സാമ്പൻ്റെ വില്ലിനെ കൊന്നു. അങ്ങനെ 6 പേര് കൂടിയിട്ടാണ് ഈ സാമ്പനെ തോൽപ്പിച്ചത്. എന്നിട്ടോ തമ്പദ്വാവിരതീകൃത്യ കൃച്ഛ്രേണ കുരവോയുധി കുമാരം സ്വസ്യ കന്യാം ച സ്വപുരം ജൈനോ വിശൻ. തം കുമാരം യുധി വിരധീകൃത്യ, ഇങ്ങനെ ആ സാമ്പനെ യുദ്ധത്തിൽ തേരില്ലാത്തവനാക്കി തീർത്തിട്ട് കൃച്ഛ്രേണ വളരെ ബുദ്ധിമുട്ടി സാഹസത്തോടുകൂടി ബന്ധിച്ച ശേഷം ജൈന കുരവ, തങ്ങൾ ജയിച്ചു എന്നുള്ള ഭാവത്തോടു കൂടിയിട്ട് ആ കൗരവന്മാർ തം സ്വസ്യ കന്യാം ച, അവനെയും അവൻ തട്ടിയെടുത്തുള്ള കന്യകയെയും കൊണ്ട് സ്വപുരം അവിശൻ, തങ്ങളുടെ പുരായുള്ള ഹസ്തിനാപുരത്തിലേക്ക് തിരിച്ചു മടങ്ങും ചെയ്തു. തത്ശ്രുത്വാ നാരദോക്തേന രാജൻ സഞ്ജാതമന്യവ കുരുൻ പ്രത്യുദ്യമം ചക്രു ഉഗ്രസേന പ്രചോദിത. ഏ പരീക്ഷിത്തേ, ഏ രാജൻ, നാരദോക്തേന തൽ ശ്രുത്വ, ഈ വിവരം നാരദ മഹർഷി ഇവിടെ വന്ന് ആ ദ്വാരകയിൽ വന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് തശ്രുത്വ സഞ്ജാതമന്യവ, പെട്ടെന്ന് അങ്ങോട്ട് കോപം വന്നിട്ടുള്ള ആ യാദവന്മാർ ഉഗ്രസേന പ്രചോദിത, ഉഗ്രസേനാൽ പ്രേരിക്കപ്പെട്ടവരായിട്ട്
കുരൂൻ പ്രതി ഉദ്യമം ചക്രു. കൗരവന്മാരുടെ എതിർക്ക് നേരിട്ട് യുദ്ധസന്നാഹത്തിന് ചെയ്തുകൊണ്ടാണ് പെട്ടു പറയാണ് അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. സാന്ത്വയിത്വാതു താൻ രാമ സന്നദ്ധാൻ വൃഷ്ണിപുങ്കവാൻ നൈച്ചൽ കുരൂണം വൃഷ്ണീനം കലിം കലിമലാപ. ഇങ്ങനെ ആ സമയത്ത് ഇവരെല്ലാവരും യുദ്ധത്തിന് പുറപ്പെട്ട സമയത്ത് അപ്പോഴേക്കും ബലരാമസ്വാമി അവിടുന്ന് ഇവിടെ ഗോകുലത്തിൽ നിന്ന് തിരിച്ചെത്തിയിരിക്കണേ. ഇവിടെ എല്ലാവരും സന്നദ്ധാൻ താൻ വൃഷ്ണിപുങ്കവാൻ സാന്ത്വയിത്വാ രാമതു. അങ്ങനെ യുദ്ധസന്നദ്ധരായിട്ട് പുറപ്പെട്ട ആ യുദ്ധമായിട്ടുള്ള ആ യാദവമാരെ കണ്ടിട്ട് വൃഷ്ണിപുങ്കവാൻ യാദവ ശ്രേഷ്ഠന്മാരെ കണ്ടിട്ട് അവരെ സമാധാനിപ്പിച്ച് ശ്രീ ബലരാമസ്വാമി ആകട്ടെ രാമതോ ആദിത്യവർച്ചസാം എന്ത് ചെയ്തു? നയിച്ചൽ കുരൂണം വൃഷ്ണീനം കലിം കലിമലാപഹ. കലികാലത്തിൻ്റെ മാലിന്യം ദൂരീകരിക്കുന്ന ആളാണ് അദ്ദേഹം. എന്നാലോ കുരൂണാം വൃഷ്ണീനാം കലിം നയിച്ചൽ. പക്ഷേ ഈ കൗരവന്മാർക്കും ഈ യാദവന്മാർക്കും ഇടയിൽ ഇങ്ങനെ ഒരു കലഹം ഉണ്ടാകണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അവരെയൊക്കെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ജഗാമ ഹാസ്തിനപുരം രഥേന ആദിത്യവർച്ചസ ബ്രാഹ്മണൈ കുലവൃദ്ധൈശ്ച വൃതശ്ചന്ദ്രൈവ ഗ്രഹൈ. ബലരാമസ്വാമി പറയും, നിങ്ങൾക്ക് എപ്പോഴും എന്തിനും ഒരു ഈ യുദ്ധം ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. പല കാര്യങ്ങളും നമുക്കുണ്ടല്ലോ, അതിലെ സാമം കൊണ്ട് നേടാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ സമാശ്വസിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ആ ബലരാമസ്വാമി ആ ആദിത്യവർച്ചസാര നല്ല സൂര്യനെ പോലെ ശോഭമുള്ള തൻ്റെ തേരിലങ്ങോട്ട് കയറിയിട്ട് ഗ്രഹൈ ചന്ദ്ര ഇവ, ആ ഗ്രഹങ്ങളാൽ ചുറ്റപ്പെട്ട ചന്ദ്രനെ പോലെ അങ്ങനെ ശോഭിച്ചുകൊണ്ട് ആരാണ് ചുറ്റപ്പെട്ട ഗ്രഹങ്ങളെ? ബ്രാഹ്മണൈ കുലവൃദ്ധൈശ്ച വൃത, അതായത് ബ്രാഹ്മണന്മാരുണ്ട്, അതുമാതിരി യാദവംശത്തിലുള്ള വൃദ്ധജനങ്ങളുണ്ട്. അവരെയൊക്കെ കൂട്ടിക്കൊണ്ട് ഹസ്തിനപുരം ജഗാമ. ആ ഹസ്തിനപുരത്തിലേക്ക് യാത്രയായിട്ട് അവരോട് സംഭാഷണത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി എന്ന് പറയുകയാണ്. ഗത്വാ ഗജഹ്വയം രാമോ ബാഹ്യോപവനമാസ്ഥിത ഉദ്ധവം പ്രേഷയാമാസ ധൃതരാഷ്ട്രം ബുഭുത്സയാ. എന്നിട്ടോ ഹസ്തിനാപുരത്തിൻ്റെ എന്താണ് ബാഹ്യോപവനമാസ്ഥിത ഗജാഹ്വയം ഗത്വാ ഗജാഹ്വയം എന്ന് പറഞ്ഞാൽ ഹസ്തിനാപുരം. അവിടെ ചെന്നിട്ട് ബാഹ്യോപവനമാസ്ഥിത, അവിടെ ആ കൊട്ടാരത്തിൻ്റെ പുറത്തുള്ള ഒരു ഉദ്യാനത്തിൽ അങ്ങനെ നിന്നുകൊണ്ട് ബലരാമൻ ഉദ്ധവം പ്രേഷയാമാസ ധൃതരാഷ്ട്രൻ്റെ സമീപത്തേക്ക് ഉദ്ധവനെ പറഞ്ഞയച്ചു. എൻ്റെ ബുഭുത്സയ, കൗരവന്മാരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടാണ് അയച്ചത്. എന്താണ് സന്ദേഹം? ഉദ്ധവൻ അവിടെ ചെന്ന് പറയും, സോഭിവന്ദ്യാംബികാപുത്രം ഭീഷ്മം ദ്രോണം ച ബാഹ്ലികം ദുര്യോധനം ച വിധിവൽ രാമമാഗതമബ്രവീൽ. ആദ്യം തന്നെ ഉദ്ധവൻ എന്താ ചെയ്തത്? അദ്ദേഹം അംബികാപുത്രം ഭീഷ്മം ദ്രോണം ബാഹ്ലികം ച ദുര്യോധനം ച. വേഗം ഉദ്ധവൻ അവിടെ ചെന്ന് അംബികാപുത്രൻ എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്ര, പിന്നെ ഭീഷ്മ പിതാമഹൻ, ദ്രോണര്, ബാഹ്ലീകൻ, ദുര്യോധനൻ ഇവരോടൊക്കെ എന്നിട്ട് പറഞ്ഞു എന്താണ്? വിധിവൽ അഭിവന്തി, അവരെയൊക്കെ വിധിപ്രകാരം അഭിവാദനം ചെയ്തിട്ട് രാമം ആഗതം അബ്രവീൽ, അതായത് സാക്ഷാൽ ബലരാമസ്വാമി ഇവിടെ ആ ഹസ്തിനാപുരത്തിൻ്റെ പുറത്ത് വന്ന് കാത്തു നിൽക്കുന്നുണ്ടെന്നുള്ള വിവരം അവരെ അറിയിച്ചു. തേരിപ്രീതാസ്തമാകർണ്യ പ്രാപ്തം രാമം സുഹൃത്തമം തമർച്ചയിത്വാ അഭിയേയു സർവേ മംഗളവാണയാ. തമർച്ചയിത്വാ അഭിയയു സർവേ മംഗളവാണയാ. അപ്പോഴേക്കും അവർക്ക് എല്ലാവർക്കും സുഹൃത്തമം തം രാമം പ്രാപ്തം ആകുന്ന തങ്ങളുടെ പ്രിയ ചങ്ങാതിയായ സുഹൃത്തായിട്ടുള്ള ആ ബലരാമസ്വാമി വന്നതായിട്ട് കേട്ടിട്ട് തേ സർവേ അവരെല്ലാവരും അതിപ്രീത ഏറ്റവും പ്രീതിയോടെ തം ഉദ്ധവനെ സൽക്കരിച്ച ശേഷം തം അർച്ചയിത്വാ മംഗളവാണയ അഭിയയു. ആ മംഗളദ്രവ്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ബലരാമസ്വാമി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആ ഹസ്തിനാപുരത്തിന് പുറത്തേക്ക് വന്നു. തം സംഗമ്യ യഥന്യായം ഗാം അർഘ്യം ച നിവേദയൻ തേഷാം യേ തൽപ്രഭാവജ്ഞാ പ്രണേമു ശിരസാ ബലം. ബലം സംഗമ്യ അവരെല്ലാവരും ബലരാമസ്വാമിയെ സ്വീകരിച്ചിട്ട് യഥാന്യായം ഗാം അർഘ്യം ച
ന്യവേദയൽ. ആ ആതിഥ്യമര്യാദ വേണ്ട രീതിയിൽ ചെയ്തു. എങ്ങനെയാണ്? പശുവിനെ കൊടുത്തു, അർഘ്യവും പാദ്യമൊക്കെ നൽകി അദ്ദേഹത്തിനെ സ്വീകരിച്ചു, സന്തോഷിപ്പിച്ചു. എന്നിട്ടോ തേഷാം അദ്ദേഹത്തിൻ്റെ കൂടെ ആരൊക്കെയാണ് വന്നിട്ടുള്ളത് അവരെയും അതേമാതിരി വേണ്ട രീതിയിൽ പൂവിച്ചു. കാരണം എന്താണ്? തൽ പ്രഭാവജ്ഞ, ബലരാമസ്വാമിയുടെ മഹിമയെ നന്നായിട്ട് അറിയുന്നവരായിരുന്നു ഇവരെല്ലാവരും. തം ശിരസാ പ്രണയം വന്നിട്ട് അവരെല്ലാവരും ആ അദ്ദേഹത്തിനെ കാൽക്കൽ വീണ് നമസ്കരിക്കുകയും ചെയ്തു. ബന്ധൂൻ കുശലിന ശ്രുത്വാ പൃഷ്ട്വാ ശിവമനാമയം പരസ്പരമധോരാമോ ഭാഷേ വിക്ലവം വചാ. ഇപ്രകാരം ശിവം അനാമയം പരസ്പരം പൃഷ്ട അന്യോന്യം കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ബന്ധൂൻ കുശലിന ശ്രുത്വ, തൻ്റെ ബന്ധുക്കളായിട്ടുള്ള എല്ലാവരും ക്ഷേമമുള്ളവരായിട്ട് ആണ് എന്നറിഞ്ഞത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിഞ്ഞതിന് ശേഷം ആദ്യത്തിലെ മര്യാദ അന്വേഷണങ്ങളൊക്കെ ചെയ്തതിന് ശേഷം രാമ അവിക്ലവം വച ബഭാഷേ. അതിനുശേഷം ബലരാമസ്വാമി എന്താണ് അവിക്ലവം എന്ന് പറഞ്ഞാൽ എന്താ? അവിക്ലബം എന്ന് പറഞ്ഞാൽ എന്താണ്? വീരത്വം ഒട്ടുമില്ല, പേടിയില്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഈ വാക്യം അരുളി ചെയ്ത്. എന്താണ്? ഉഗ്രസേന മഹാരാജാവിൻ്റെ ഒരു സന്ദേശമാണ് കൊടുത്തത്. ഉഗ്രസേന ക്ഷിരീശേഷോ യദ്വ ആജ്ഞാപയൽ പ്രഭു തദവ്യഗ്രതിയ ശ്രുത്വാ കുരുധ്വം മാവിളംബിലം. ക്ഷിതീശേഷ എന്താണ്? ക്ഷിതീശേഷ പ്രഭു ഉഗ്രസേന. അതായത് ഞാൻ ഇപ്പോൾ വന്നത് എന്താ അറിയോ? ഉഗ്രസേന മഹാരാജാവിൻ്റെ അതാരാണ് അദ്ദേഹം? ക്ഷിതീശേഷ, രാജാക്കന്മാർക്കും രാജാവാണ് അദ്ദേഹം. പ്രഭുവായിട്ടുള്ള ഉഗ്രസേനൻ വ ഇയ ആജ്ഞാപയൽ, നിങ്ങളോട് എന്താണ് ആജ്ഞാപിച്ചിരിക്കുന്നത്? തൽ അവ്യഗ്രതിയ ശ്രുത്വ, അത് നിങ്ങൾ സ്ഥിരബുദ്ധിയോടുകൂടി കേട്ടിട്ട് മാവിളംബി, ഒട്ടും വൈകാണ്ട് ആ അദ്ദേഹത്തിൻ്റെ ആജ്ഞയെ കുരുധ്വം നടപ്പിലാക്കൂ. അദ്ദേഹം പറഞ്ഞ മാതിരി ചെയ്തോളൂ എന്നാണ് പറയണത്. എന്താണ് അദ്ദേഹത്തിൻ്റെ ശാസനം? യത് യൂയം ബഹവസ്തുവേകം ജിത്വാധർമ്മേണ ധാർമ്മികം അബദ്നീനാഥ തന്മൃഷ്യേ ബന്ധൂനം ഐക്യകമ്യയാ. എന്താണ്? യൽ യൂയം, നിങ്ങൾ ഭവാന്മാർ ബഹവതു, ധാരാളം പേര് ചേർന്നിട്ട് ഏകം ധാർമ്മികം, അതായത് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ധർമ്മയുദ്ധത്തിൽ ഉറച്ചു നിന്നവനായിട്ടുള്ള ഒരുത്തനെ അധർമ്മേണ ജിത്വ, അധർമ്മമാർഗത്തിൽ കൂടെ ജയിച്ചിട്ട് അബദ്നീത, ബന്ധിച്ചുവല്ലോ. അത് നിങ്ങൾ വലിയ തെറ്റാണ് ചെയ്ത്. തൽ, പക്ഷേ അതിനെ ബന്ധൂനാം ഐക്യകാമയ, ബന്ധുക്കൾ തമ്മിൽ ഇങ്ങനെ വിരോധം വേണ്ട, ഐകമത്യം തുടരുന്നുള്ള അഭിലാഷം കൊണ്ട് മൃഷ്യേ, നാം പുറത്തിരിക്കുകയാണ്. വീര്യ ശൗര്യ ബലോന്നത ആത്മശക്തി സമം വച പുരവോ ബലദേവസ്യ നിശമ്യോജു പ്രകോപിതാം. അതായത് അപ്പോഴേക്കും വീര്യ ശൗര്യ ബല ഉന്നത, അപ്പോഴേക്കും വിരുക്കുതാണ്ട് കേട്ടപ്പോഴേക്കും ഉഗ്രസേന മഹാരാജാവ് ഇങ്ങനെ ആജ്ഞാപിച്ച് കേട്ടപ്പോഴേക്കും ഉണ്ടല്ലോ, അവർക്കാണ്ട് വീര്യം ശൗര്യം ബലം ഇതൊക്കെ ഉണ്ട്, ഒന്നും കണ്ട് ആരും തങ്ങൾക്ക് കോസലില്ല എന്നുള്ള ഭാവമുള്ള ആത്മശക്തി തങ്ങൾക്ക് അനുയോജ്യന്മാരായിട്ടുള്ള ബലദേവസ്യ വചനിശമ്യ, ബലരാമൻ്റെ വാക്കുകൾ കേട്ടിട്ട് പ്രകോപിത കുരവ, വല്ലാതെ കോപിതരായി തീർന്നിട്ടുള്ള ഇങ്ങനെയാണ് ഈ വീര്യ ശൗര്യ ബല ഉന്നത. ബലരാമസ്വാമികളുടെ വാക്കുകൾ എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ വീര്യം ശൗര്യം ബലം ഇതുകൊണ്ടൊക്കെ ഉള്ള അത് കാരണം ഒട്ടും കൂസലില്ലാണ്ടുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അതാണ്ട് കേട്ടപ്പോൾ ഇവർക്കത് അനുസരിക്കുന്നതിന് വരെ എന്താണ്ടായത്, ഇവർക്ക് അതിലേറെ കോപം വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുമാറ് അങ്ങോട്ട് തിരിച്ച് പറയാൻ തുടങ്ങി. അഹോ മഹച്ചിത്രമിതം കാലഗത്യാതുരത്യയാ ആരുക്ഷത്യുവാനദ്വൈ ശിരോ മുകുടസേവിതം. അഹോ ഇതം മഹൽ ചിത്രം. എന്താണ് ഇവർ പറയണത്? വല്ലാത്തൊരു അത്ഭുതം തന്നെയാണത് എന്ന് പറയുകയാണ്. കാലഗത്യാതുരത്തയാ, ആ കാലത്തിൻ്റെ ഒരു പോക്ക് നോക്കൂ എന്ന് പറയാണ്. ഇവര് കൗരവന്മാരെ എന്താണ് ഉപാനത് വൈ എന്നതാണ്. വൈ എന്ന് പറഞ്ഞാൽ വെറും ഒരു ചെരുപ്പ്, ഉപാനത്ത് എന്ന് പറഞ്ഞാൽ ചെരുപ്പാണ്. വെറും ഒരു ചെരുപ്പ്
മുകുടസേവിതം ശിര ആലുരുക്ഷതി, കിരീടണിഞ്ഞിട്ടുള്ള തലയിലേക്ക് കയറി കൂടാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. എന്താ കാലത്തിൻ്റെ ഒരു ഇത് പോക്ക് നോക്കൂ എന്ന് പറയുകയാണ്. എന്നിട്ട് എന്താ അതിനെ വിസ്തരിക്കുകയാണ് ഈ ഉപമ. എന്താണ്? ഏതേ യൗനേന സംബദ്ധ സഹശയ്യാസനാസന കൃഷ്ണയസ്തുല്യതാം നീത അസ്മദ്ദത്ത നിർവാസന. ആരാണ് ഈ വൃഷ്ണികള്? ഏതേ വൃഷ്ണയാ യൗനേന സമ്പദ്ധ. നമ്മളായിട്ട് ഇങ്ങനെ വിവാഹബന്ധമൊക്കെ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ വരാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മുടെ ബന്ധുക്കളായി. ഒപ്പം തന്നെ സഹശയ്യ ആസന നമ്മുടെ കൂടെ അങ്ങനെ കിടപ്പും ഇരിപ്പും ഭക്ഷണമൊക്കെ ഇങ്ങനെയുള്ള തുടങ്ങി. അപ്പോഴേക്കും അന്ന് മാത്രമല്ല അസ്മദ്ദത്ത നിർവാസന, നമ്മളാൽ ദാനം ചെയ്യപ്പെട്ടുള്ള രാജസിംഹാസനത്തോട് കൂടിയിട്ടുള്ള ആൾക്കാരാണ് ഇവരെന്നിട്ട്. ഇപ്പോൾ ഇവരെന്താണ്? തുല്യതാം നീത, നമ്മളുടെ തുല്യതയിലേക്ക് എത്തിയൊരു ഭാവത്തിലാണ് ഇപ്പോൾ അവരിതാ എത്തിക്കൊണ്ട് പോകുന്നത്. നമ്മളാണ് ഇവരെ നമ്മുടെ ഒപ്പാക്കി തീർത്തത് എന്ന് പറയുകയാണ്. എന്നിട്ടിപ്പോൾ അവരുടെ ഭാവം എന്താണ്? ചാമരം വ്യജനീ ശംഖം ആദപത്രം ച പാണ്ഡുരം കിരീടമാസനം ശയ്യം ഭുഞ്ചന്തി അസ്മതുപേക്ഷയാ. ഇപ്പോഴൊക്കെ അവർക്ക് ഇപ്പം എന്തൊക്കെ അറിയോ? രാജചിഹ്നങ്ങളായിട്ടുള്ള വെൺചാമരങ്ങളുണ്ട്, ശംഖം, പാണ്ഡുര, ആദപത്രം, വെൺകൊറ്റക്കൊട, കിരീടം, സിംഹാസനം, നല്ല പട്ടുമെത്ത, ഇതെല്ലാം പണ്ടവർക്ക് എങ്ങനെ അനുഭവിക്കണം. എങ്ങനെയാണ്? അസ്മതുപേക്ഷയാ. നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ ആയിക്കോട്ടെ എന്ന് വിട്ടതുകൊണ്ട് ഇതൊക്കെ എടുത്തപ്പോൾ അവർ വലിയ രാജാക്കന്മാരായിട്ട് അങ്ങനെ ഇരിക്കുകയാണെന്ന് പറയുകയാണ്. ഇവരുടെ കേമത്വം പറയുന്നത് മാത്രമേ ഉള്ളൂ. ഉഗ്രസേനെ ഇവിടെ ചക്രവർത്തിയാക്കിയത് ഇവരുടെ കേമത്വം കൊണ്ടെന്നല്ല, ആ ഭഗവാന്റെ മഹത്വം കൊണ്ടാണ്. ഇനിയിപ്പോൾ ബലരാമസ്വാമി പറയും, ആ കംസനെ വധിച്ചിട്ട് ഉഗ്രസേനെ ചക്രവർത്തിയാക്കിയത് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. നമുക്കറിയാം, നേരത്തെ അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ ഇനിയിപ്പോൾ ബലരാമസ്വാമി പറയും. അലം യദൂനം നരദേവലാഞ്ജനൈർ ധാതു പ്രദീപൈർ ഫണിനാമി വാമൃതം യസ്മിൽ പ്രസാദോപതിദാഹി യാദവ ആജ്ഞാപയന്ത്യദ്യ ഗതത്രവാബധ. എന്നു മാത്രമല്ല, ഇപ്പം അവര് ധാതു പ്രദീപൈ, ദാനം കൊടുത്തവൻ്റെ നേരെ തന്നെ പ്രദീപൈ തിരിഞ്ഞടിക്കണം ആരെയാണ് ഇപ്പോൾ അവരുടെ സ്വഭാവം എന്ന് പറയുക. നമ്മൾ കൊടുത്തോണ്ട് ഇപ്പോൾ അവർക്ക് ചക്രവർത്തിയോധം കിട്ടിയിട്ട് ഇപ്പോൾ നമ്മളെ ആജ്ഞാപിക്കാൻ പുറപ്പെടുകയാണ്. യദൂനാം, യാദവന്മാരുടെ, നരദേവലാഞ്ചനൈ അലം, ഇവരുടെ ഈ രാജകീയ ചിഹ്നങ്ങളൊക്കെയുള്ള രാജാക്കന്മാരെന്നുള്ള ഭാവം ഉണ്ടല്ലോ, മടുത്തു എന്ന് പറയുകയാണ്. കാരണം ഈ ഏതുമാതിരിയാണ്? പണിനാം അമൃതം ഇവ അസ്മൽ, നമ്മൾ കൊടുത്തുള്ളത് അവർക്ക് കൊടുത്തുള്ളതാണ്, അത് നമുക്ക് എതിരായിട്ട് ഉപയോഗിക്കുകയാണ്. ഏതുമാതിരി പാമ്പിന് പാല് കൊടുത്തിട്ട് ആ പാമ്പ് തിരിഞ്ഞു പോത്തില്ലേ, അതുമാതിരി അസ്മൽ പ്രസാദ ഉപചിത, നമ്മുടെ ഔദാര്യങ്ങൾ ഉന്നതി പ്രാപിച്ചവരായിട്ടുള്ള യാദവ, ഈ യാദവന്മാർ ഗതത്രവ, ലജ്ജ കൂടാതെ ഇന്നിതാ നമ്മളോട് ആജ്ഞാപയന്തി ബധ, കഷ്ടം തന്നെ എന്ന് പറയാണ്. എന്നാണ് കഥം ഇന്ദ്രോപി ഗുരുഭിർ ഭീഷ്മദ്രോണാർജുനാദിഭി അതത്തമവരുന്ധീര സിംഹഗ്രസ്തമിവോരണ. ഇന്ദ്ര കള്ള കേമത്തങ്ങൾ പിന്നെ പറയാ. ഇന്ദ്ര അഭി ഭീഷ്മദ്രോണാർജുനാദിഭി കുരുഭി അതത്തം ഉരണ സിംഹ. അതായത് ഇന്ദ്രനാൽ പോലും ഭീഷ്മര്, ദ്രോണര്, അർജുനൻ തുടങ്ങിയിട്ടുള്ള ആ ശ്രേഷ്ഠന്മാരായുള്ള കുരുക്കളാൽ അനുവദിച്ചു കൊടുക്കാത്തതിന് ഇന്ദ്രന് കൂടിയിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. അല്ല, ഉരണ സിംഹഗ്രസ്തം ഇവ, ഒരാട് സിംഹത്താൽ ഗ്രസിക്കപ്പെട്ട വസ്തുവിനെ എന്നോണം കഥം അവരും തീത, ഇന്ദ്രന് പോലും അനുഭവിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ഞങ്ങളോട് എതിർത്തിട്ട് ഞങ്ങളുടെ അറിവില്ലാണ്ട് എന്നിട്ടാണോ ഇപ്പോൾ ഇവരെന്ന് പറയുകയാണ്. ശ്രീശുഭോവാച ജന്മബന്ധ ശ്രിയോന്നദ്ധമദാസ്തേ ജന്മബന്ധു ശ്രിയോന്നദ്ധമദാസ്തേ വരദർഷഭ ആശ്രാവ്യ രാമം ദുർവാച്യം അസഭ്യാപുരമാവിശൻ. ശ്രീ സുബ്രഹ്മണ്യ പറയാണ്, ഇപ്രകാരം വളരെ കേമത്തോടുകൂടി വന്ന് അർഘ്യവും പാദ്യവും കൊടുത്ത് രാമനെ സ്വീകരിച്ചുള്ള അവരിപ്പോൾ എന്തേ ചെയ്തത്? ഭരതർഷഭ, അങ്ങയുടെ വംശത്തിൽപ്പെട്ട കാരണവന്മാരുടെ കഥയാണ് അപ്പോൾ പറയുന്നതെന്നാണ്. എന്താണ്? ജന്മബന്ധുശ്രീയൊന്നദ്ധമത, ജന്മമഹിമ, ബന്ധുബലം, ധനം, ഇതുകൊണ്ടൊക്കെ ഇങ്ങനെ മതിച്ചവരായിട്ടുള്ള അസഭ്യ, സഭയ്ക്ക് ചേരാത്തവരായിട്ടുള്ള ഈ കൗരവന്മാർ രാമം ദുർവാച്യം ആശ്രാവ്യ, ഇപ്രകാരം ബലരാമനെ ഇത്തരം ദുഷിച്ച വാക്കുകളെ കേൾപ്പിച്ചിട്ട് പുരം ആവിശൻ തിരിച്ച് തങ്ങളുടെ രാജധാനിയിലേക്കാണ് മടങ്ങി പോവുക ചെയ്തത്.
ദൃഷ്ട്വാ കുരുണം ദൗശീല്യം ശ്രുത്വാ വാച്യാനി ചച്യുത അവോജൽ കോപസംരബ്ധോ ദുഷ്പ്രേക്ഷ്യ പ്രഹസന്മുഹു. കുരുണാം ദൗശീല്യം ദൃഷ്ട്വാ ശ്രുത്വ ആവാച്യാനി എന്നുണ്ട് കേട്ടോ മോളത്തെ. ദൗശീല്യം ശ്രുത്വ ആവാച്യാനി ചച്യുത. അതായത് കൗരവന്മാരുടെ ഈ ദൗശീല്യം, ഈ സ്വഭാവദൂഷ്യത്തെ കണ്ടിട്ടും ആവാച്യാനി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളെ അവർ പറഞ്ഞത് ശ്രുത്വാച്ച കേട്ടിട്ടും കോപസംഭ്രത കോപം കൊണ്ട് അങ്ങനെ ആക്രാന്തനായി തീർന്നുള്ള അച്യുത ശ്രീ ബലരാമ സ്വാമി ദുഷ്പ്രേക്ഷ്യ, അതായത് കാണാൻ ആൾക്ക് നോക്കാൻ വയ്യാത്ത രീതിയിൽ അത്ര ഭയങ്കരമായിട്ട് അങ്ങനെ തീർന്നിട്ട് മുഹു പ്രഹസൻ അവോദൽ ഓർക്കങ്ങനെ കോപം വന്നങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അങ്ങനെ ആക്രോശിച്ചുകൊണ്ടാണ് പറഞ്ഞു എന്നാണ്. എന്താണ് ഇവരോട്? നൂനം നാനാമതുന്നദ്ധ ശാന്തിം നേച്ഛന്ത്യസാധവ തേഷാം ഹി പ്രശമോദണ്ഡ പശൂനം ലഘുടോ യഥാ. നൂനം നിങ്ങളെ തീർച്ചയായിട്ടും എങ്ങനെയാണ് നാനാമതുന്നദ്ധ പലതരത്തിലുള്ള ഇത്തരം മതങ്ങളെ കൊണ്ട് അങ്ങനെ ഗർവിഷ്ഠന്മാരായിട്ടുള്ള അതാണ് ഉന്നദ്ധ. അങ്ങനെയാണ് അസാധുക്കളായിട്ടുള്ള അവർ നിങ്ങളെ ശാന്തി നയിച്ചതി, നിങ്ങൾക്ക് ശാന്തി ആഗ്രഹമില്ല, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ കുഴപ്പമൊന്നും വേണ്ടാന്നല്ല നിങ്ങൾക്ക് ആഗ്രഹം, എന്താണ് ശാന്തി വേണ്ടാന്നാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്ന് പറയുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ എന്നാൽ ഇച്ഛന്തി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പശൂനാം ലഘൂടയഥാ തേഷാം ദണ്ഡഹി പ്രശമ നൂനം. ഇവരോട് സാമം പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്ന് പറയാണ്. എന്താണ് ഇവർക്ക് പശുക്കൾക്കുണ്ടല്ലോ നല്ല ചവിട്ടും കുത്തുള്ള പശുക്കൾക്ക് എന്താണ് അവർക്ക് നല്ല വടി കൊണ്ടുള്ള അടി തന്നെയല്ലേ വേണ്ടേ? അതുമാതിരി തേഷാം ദണ്ഡഹി പ്രശമ, ഇവർക്ക് നല്ല ദണ്ഡം കൊണ്ട് തന്നെ ഇവർക്കുള്ള പ്രകർഷേനുള്ള ശമം ഉണ്ടാക്കി തീർക്കൂ എന്നാണ് ഉറപ്പിച്ചു. നൂനം നിശ്ചയം എന്ന് പറയാണ്. അഹോ യദുൻസു സംരബ്ധാൻ കൃഷ്ണം ച കുപിതം ശനൈ സാന്തയിത്വാഹമേതേഷം ശമമിച്ഛന്നിയാഗതാ. ഈ മന്ദബുദ്ധികള് ഒരു കാര്യം മനസ്സിലാക്കില്ല. എന്താണ്? അസുസംരബ്ധാൻ യദൂൻ കുപിതം കൃഷ്ണം ച, അതായത് ഏറ്റവും ക്രോധിച്ചവരായിട്ടുള്ള ആ യദുക്കളെല്ലാവരെയും എന്ന് മാത്രമല്ല കോപിച്ചവനായിട്ടുള്ള കൃഷ്ണനെയും ശനൈ സാന്ത്വയിത്വ, ആ മെല്ലെ മെല്ലെ കാര്യം പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവിടെ നിർത്തിയിട്ടാണ് അഹം ഏതേഷാം ശമം ഇച്ഛൻ, ഞാൻ ഇവരുടെയൊക്കെ ഈ ശമത്തെ ഇച്ഛിക്കുന്നതിനായിട്ട് ഈ ആഗത ഇവിടെ വന്നതായത്. കഷ്ടം, ഇവരോടെ ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നത് എന്തിനാണ്? ആ യാദവന്മാരെയും കൃഷ്ണൻ്റെയൊക്കെ കോപത്തിനെയൊക്കെ ഒരുവിധം ഒതുക്കിയിട്ട് വെറുതെ തമ്മത്തിലുണ്ടാവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്നിട്ടോ തൈമേ മന്ദമതയ കലഹാഭിമതാ കല തമ്മാം അവജ്ഞായ മുഹുർ ദുർഭാഷൻ മാനിനോ ബ്രുവന്നലോ. ഈ മന്ദമതയ, ഈ മന്ദബുദ്ധികളായിട്ടുള്ള ദുഷ്ടന്മാരായിട്ടുള്ള കലഹാഭിമത, കലഹത്തിൽ മാത്രം താല്പര്യത്തോടു കൂടിയിട്ടുള്ളവരായിട്ടുള്ള ഇവര് തേയിമേ ഇവർ അങ്ങനെ വന്നിട്ടുള്ള എന്നെ അവമാനിച്ചിട്ട് മാനിന മുഹു ദുർഭാഷാൻ അബ്രുവൻ, വലിയ അഭിമാനികളാണെന്നുള്ള ഭാവത്തിൽ വീണ്ടും വീണ്ടും ഈ ഇങ്ങനെ ദുർവാക്കുകളൊക്കെ തന്നെ പറഞ്ഞുവല്ലോ എന്ന് പറയണം. എന്നിട്ടോ എന്തൊക്കെയാ അവർ പറഞ്ഞു? ഉഗ്രസേന കില വിഭോ ഭോജവൃഷ്ണ്യംബകേശ്വര ചക്രാദയോ ലോകപാല യസ്യാദേശാനുവർത്തിന. ഭോജവൃഷ്ണ്യ അന്തകേശ്വര, ഭോജന്മാരുടെയും വൃഷ്ണികളുടെയും അന്തകന്മാരുടെയൊക്കെ ഈശ്വരനായിട്ടുള്ള സ്വാമിയായിട്ടുള്ള ആ ഉഗ്രസേനൻ സമർത്ഥനല്ലാത്രേ, വിഭൂക്കില്ല, സമർത്ഥനല്ല പോൽ എന്ന് പറയാണ്. ചക്രാദയ ലോകപാല യസ്യ ആദേശാനുവർത്തിന. കാരണം എന്താണ്? ഈ ദേവന്മാര്, ഇന്ദ്രന്മാർ, ലോകപാലന്മാര്, അതുമാതിരി മറ്റുള്ള ശ്രേഷ്ഠന്മാരെല്ലാവരും യാതൊരുത്തൻ്റെ ആദേശത്തെ അനുസരിക്കുന്നവരോ സുധർമാക്രമ്യതേയേന പാരിജാതോമരാഘ്രിവ ആനീയ ഭുജ്യതേ സോസൗ നകിലാധ്യാസനാർഹണ. ഇനിയോ ആ കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ തുടർച്ചയാണ്. അതായത്
ലോകപാലന്മാരെല്ലാവരും ആരുടെ ആദേശത്തെ അനുസരിക്കുന്നവരോ എന്ന് ചോദിച്ചില്ല. അത് ഭഗവാനെ പറ്റിയിട്ടുള്ള വിശേഷണങ്ങളാണ്. സുധർമ്മ ആക്രമ്യതേ ഏന യാതൊരുത്തനാൽ സുധർമ്മ ആക്രമ്യതേ, സുധർമ്മ എന്നു പേരായിട്ടുള്ള ഇന്ദ്രസഭ ആക്രമിക്കപ്പെടുന്നു. അമരാംഘ്രിവ ദേവന്മാരുടെ വൃക്ഷമായിട്ടുള്ള പാരിജാതം ആനീയ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഭുജ്യതേ ഭുജിക്കപ്പെടുന്നുവോ സ അസൗ ആ ഇവൻ അധ്യാസനാർഹണ നഖില സമാനമായ ആസനത്തിന് യോഗ്യൻ നഖില അല്ല പോൽ. ഇതൊക്കെ ഉഗ്രസേനെ പറ്റിയിട്ടുള്ള ഉഗ്രസേനൻ്റെ ഭൃത്യനായിട്ടുള്ള ഭഗവാന്റെ മഹത്വമാണ് പറയുന്നത്. അപ്പോൾ ആ ഭഗവാൻ ഭൃത്യനായിട്ടുള്ള ഉഗ്രസേനൻ എത്ര ശ്രേഷ്ഠനാണെന്നുള്ളതിലേക്കാണ് അന്യം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഭഗവാന്റെതാണ് ആ സാക്ഷാൽ പാരിജാതം അവിടുന്ന് ആ സുധർമ്മയെ അവിടെ ചെന്ന് ഇന്ദ്രനെ തോൽപ്പിച്ചവിടെ പാരിജാതം കൊണ്ടുവന്നുള്ള ആ ഭഗവാൻ അധ്യാപകർക്കൊപ്പം ഇരിക്കാൻ പറ്റാത്തവനായി പോയോ എന്ന് ചോദിക്കുകയാണ്. എന്ന് മാത്രമല്ല യസ്യ പാദയുഗം സാക്ഷാൽ ശ്രീരുപാസ്തേഖിലേശ്വരി സനാർഹരീല ശ്രീശോ നരദേവ പരിച്ഛദൻ. യസ്യ പാദയുഗം യാതൊരുത്തൻ്റെ ആ പാദദ്വയങ്ങളെ അഖിലേശ്വരി സാക്ഷാൽ ശ്രീ എല്ലാറ്റിനും ഈശ്വരിയായിട്ടുള്ള സാക്ഷാൽ ലക്ഷ്മി ഭഗവതി ഉപാസിക്കുന്നുവോ സശ്രീശ ആ ലക്ഷ്മി വല്ലഭൻ നരദേവ പരിച്ഛദാൻ രാജാവിൻ്റെ ചിഹ്നങ്ങളെന്ന് അരുഗതിക്കില്ല ഹരിക്കുന്നില്ല അത്രേ എന്ന് പറയുകയാണ്. ആ ഭഗവാൻ ഇല്ല എന്ന് ചോദിച്ചാൽ പിന്നെ ഭഗവാന്റെ ചക്രവർത്തി ആയിട്ടാണ് ഈ ഉഗ്രസേന ഇരിക്കണം. ഭഗവാന്റെ തന്നെ മഹത്വം എത്രയുണ്ടെന്ന് ആലോചിച്ചു. ഇനിയും പറയുകയാണ് യസ്യാംഗ്രി പങ്കജരചോഖില ലോകപാലൈർ മൗല്യുത്തമൈർധൃതം ഭാസിതീർത്ഥം ബ്രഹ്മാ ഭവോഹമപി യസ്യ കലാകലായ ശ്രീചോദ്വഹേമചിരമസ്യ നൃപാസനം ക്വ. അഖിലലോകപാലൈ മൗല്യുത്തമൈ യസ്യ ഉപാസിത തീർത്ഥം അതായത് അംഗ്രിപങ്കജരജ ധൃതം ഹരേ. എന്താണ് സമസ്ത ലോകപാലന്മാരാൽ ആ തങ്ങളുടെ ആ കിരീടങ്ങൾ അണിഞ്ഞുള്ള ശിരസ്സുകളെ കൊണ്ട് യാതൊരുത്തൻ്റെ ഉപാസിക്കപ്പെട്ട തീർത്ഥങ്ങളോട് കൂടിയവരാണ് അവരെല്ലാവരും. അങ്ങനെയുള്ള താമരപ്പൂ പോലിരിക്കുന്ന പാദങ്ങളിലെ പൊടി ധൃതം ധരിക്കപ്പെടുന്നുവോ ഈ ആ തീർത്ഥമായിട്ടുള്ള ഭഗവത് പാദതീർത്ഥത്തിലെ പൊടി ഈ ലോകപാലന്മാരെല്ലാവരും തങ്ങളുടെ ശിരസ്സിൽ ധരിക്കണമെന്ന് പറയുകയാണ്. എന്ന് മാത്രമാണ് യസ്യ കലായാ കല ആ യാതൊരുത്തൻ്റെ കലയുടെ അംശങ്ങളായിരിക്കുന്ന ബ്രഹ്മാവും ഭവ പരമേശ്വരനും അഹം അഭി ഞാനും എന്ന് പറയണതായ സംഘർഷണമൂർത്തി അനന്തമൂർത്തിയല്ല ഞാനും ശ്രീച്ച സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയും ചിരം വളരെ കാലമായിട്ട് ഉദ്വഹേമ ആ ഭഗവാന്റെ പാദതീർത്ഥത്തിനെ തന്നെ വഹിക്കുന്നുവോ അസ്യ നിർവാസനം ക്വ അദ്ദേഹത്തിന് രാജാസനം എവിടെ ഈ രാജസിംഹാസനൊക്കെ എത്ര തുച്ഛമാണ് അദ്ദേഹത്തിൻ്റെ പദവി ആലോചിച്ചാൽ പറയുകയാണ്. ഭുഞ്ജതേ കുരുഭിർദത്തം ഭൂഖണ്ഡം വൃഷ്ണയ കില ഉപാനഹ കില വയം സ്വയം തു കുരവ ശിരാ. അത് ശരി, വൃഷ്ണയ കുരുഭി ദത്തം ഭൂഖണ്ഡം ഭുഞ്ജതേ കില. ഞങ്ങൾ ഈ വൃഷ്ണികൾ ഈ എന്താണ് അവരുടെ കാരുണ്യം കൊണ്ട് കൗരവന്മാർ ദാനം ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഭൂഭാഗത്തെ എത്രേ ഞങ്ങൾ അനുഭവിക്കുന്നത്. കില പറയാണ് കഷ്ടം. വയം ഉപാനഹ കില ഞങ്ങൾ പിന്നെ പാദരക്ഷകളാണത്രേ. എന്നിട്ടോ അവർ വലിയ സാക്ഷാൽ അവർ ശിരസ്സും ഞങ്ങൾ പാദത്തിൽ ധരിക്കുന്ന പാദരക്ഷകളും എന്താ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയാണ്. അഹോ ഐശ്വര്യമത്താനാമിവ മാനിനം അസംബദ്ധാകിലോ രൂക്ഷ കസ്സഹേതാനുശാസിത. മത്താനാം ഇവ ഇങ്ങനെ മത്ത് പിടിച്ച മാരിമാരുള്ള എന്താണ് ഐശ്വര്യം കൊണ്ട് മത്തന്മാരായിട്ടുള്ള അഭിമാനികളായിട്ടുള്ള ഇവരുടെ അന്യോന്യം ചേർച്ചയില്ലാത്തതായിട്ടുള്ള രൂക്ഷ ഇങ്ങനെ ക്രൂരകളായിട്ടുള്ള വാക്കുകളെ അനുശാസിത ശാസിപ്പാൻ സമർത്ഥനായിരിക്കുന്ന ഏതൊരുത്തൻ സഹേത. ആർക്കാണ് ഇവരുടെ വാക്കുകൾ ഇങ്ങനെ എന്താണ് ജ്വലിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളുണ്ടല്ലോ, അഹങ്കാരം കൊണ്ട് മത്ത് പിടിച്ചുള്ള ഇവരുടെ വാക്കുകളെ ആർക്കാ സഹിക്കാൻ കഴിയുക? ബലരാമസ്വാമി സ്വയം ചിന്തിക്കുകയാണ്. ഇപ്പം തന്നെ ആദ്യ നിഷ്കൗരവീം പൃഥ്വീം കരിഷ്യാമിത്യമർഷിത
ഗൃഹീത്വാ ഹലമുക്തസ്ഥൗ ദഹന്നിവ ജഗത്രയം. അങ്ങോട്ട് കേട്ടിട്ട് ബലരാമസ്വാമിക്ക് അങ്ങനെ ഇങ്ങനെ അങ്ങനെ കോപം അങ്ങനെ വർദ്ധിച്ചിട്ട് എന്തോന്നുള്ളൂ. ഏതായാലും ഇന്ന് ഞാൻ ഇതിന് ഒരു മാതിരി അവസാനം ഉണ്ടാക്കി തീരണം. എന്താണ്? ആദ്യ പൃഥ്വീം നിഷ്കൗരവീം കരിഷ്യാമി. ഇന്ന് തന്നെ ഈ ഭൂമിയിൽ എങ്ങനെയാണ് കൗരവന്മാരെ മുഴുവൻ ഭൂമിയെ നിഷ്കൗരവിയാക്കി തീർക്കുകയാണ്. അതായത് കൗരവന്മാരില്ലാത്ത ഭൂമിയാക്കി തീർക്കുകയാണ് ഇപ്പം തന്നെ എന്നും പറഞ്ഞ് ഇതി അമർഷിത ക്രോപിച്ചുകൊണ്ട് ജഗത്രയം ദഹനം 3 ലോകത്തെയും ദഹിപ്പിക്കുന്നവനുള്ള ഭാവത്തോടു കൂടിയിട്ട് ഹലം ഗൃഹീത്വാ ഉത്തസ്ഥവും തൻ്റെ കലപ്പയും കണ്ട് എടുത്ത് അങ്ങോട്ട് എഴുന്നേറ്റു എന്നിട്ടോ. ലങ്കലഗ്രേണ നഗരം ഉദ്വിതാരകരാഹ്വയം വിജകർഷ ഗംഗായം പ്രകരിഷ്യന്നമരിഷിത. അത്യന്തം കോപത്തോടുകൂടി അമരിഷിത അദ്ദേഹം ഗജാഹ്വയം നഗരം, ഹസ്തിനപുരം എന്ന് പേരുള്ള നഗരത്തെ ഉദ്വിതാര്യ ഗംഗായം പ്രഹരിഷ്യൻ എന്താണ് ആ പുഴക്കിയിട്ട് ഗംഗാനദിയിലേക്ക് അങ്ങോട്ട് തള്ളി എറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ലാംഗലാഗ്രേണ വിജകർഷ ആ തൻ്റെ കലപ്പെടുത്തുകൊണ്ട് ഹസ്തിനാപുരയുടെ പുറത്തെടുത്ത് അങ്ങോട്ട് ഭൂമിയിലാണ്ട് കൊത്തി അതിൻ്റെ കലപ്പയുണ്ട് പൊക്കിയിട്ട് ഹസ്തിനാപുരത്തിനെ തന്നെ ഗംഗാനദിയിലേക്ക് അങ്ങോട്ട് തള്ളിയിടാൻ അങ്ങോട്ട് പുറപ്പെട്ടു എന്ന് പറയുകയാണ്. ജലയാനവിവാഘൂർണം ഗംഗായം നഗരം ബദൽ ആകൃഷ്യമാണമാലോക്യ കൗരവ ജാതസംഭ്രമ. അങ്ങനെ തമേവ ശരണം ജഗ്മു സകുടുംബാജിജീവിഷവ സലക്ഷ്മണം പുരസ്കൃത്യ സാംബം പ്രാഞ്ജലയ പ്രഭും. ഇത് കണ്ട എങ്ങനെയാണ്? ജലയാനമിവ ആഘൂർണം ആകൃഷ്യമാണം നഗരം. അതായത് അടിയിൽ പൊക്കിയിട്ട് ഈ ഹസ്തിനാപുരത്തിനായിട്ട് പൊക്കിയെടുത്തപ്പോഴേ ഒരു വെള്ളത്തിലിടുന്ന ഒരു തോണി അങ്ങനെ എടുത്തിട്ട് വെള്ളത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് എറിയില്ലേ, അതുമാതിരി ഇത് കടന്നാൻ അങ്ങോട്ട് തിരിഞ്ഞുകൂടി ചുറ്റിത്തിരിഞ്ഞ് കണ്ടപ്പോൾ തങ്ങളുടെ ഹസ്തിനാപുരം ചുറ്റിത്തിരിഞ്ഞ് കണ്ടപ്പോൾ ആ ഗംഗായാം പതൽ തെപ്പ സമുദ്രത്തിൽ ഗംഗാനദിയിലാണ് വീഴും എന്ന് കണ്ടിട്ട് കൗരവാം കുടുംബങ്ങളോട് കൂടിയായിട്ട് എല്ലാവരും കൂടിയിട്ട് പരിഭ്രമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് വേഗം അങ്ങോട്ട് പുറത്തേക്ക് ഓടി വന്നു. എങ്ങനെ? ലക്ഷ്മണം സാമ്പം പുരസ്കൃത്യ ലക്ഷ്മണിയും കൂട്ടി സാമ്പനി എല്ലാവരെയും മുമ്പിൽ നിർത്തിക്കൊണ്ട് പ്രാഞ്ജലയ അഞ്ജലിബദ്ധത്തോടു കൂടിയവരായിട്ട് പ്രഭും തം ഏവ ശരണം ജഗ്മു എല്ലാറ്റിനും സമർത്ഥനായിട്ടുള്ള ആ പ്രഭുവായിട്ടുള്ള ബലരാമസ്വാമിയെ വന്ന് വേഗം ശരണം പ്രാപിച്ചു എന്ന് പറയുകയാണ്. രാമ രാമ അഖിലാധാര പ്രഭവം പ്രാഭവം നവിതാമ. ഇതിൽ പ്രഭാവം രാമ രാമ അഖിലാധാര പ്രാഭവം നവിതാമതേ എന്നുണ്ട്, പ്രഭാവം നവിതാമതേ. ഇങ്ങനെ 2 രീതിയിലും കാണാനുണ്ട്. രണ്ടും അർത്ഥത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഗോപാല നായരുടെ പുസ്തകത്തിൽ പ്രഭാവം എന്നാണ്, പ്രാഭവം എന്നാണ്, ഇതിലൊക്കെ പ്രഭാവം എന്നാണ്. മൂഢാനം നക്കുബുദ്ധീനം ക്ഷന്തുമർഹസ്യ അതിക്രമം. എന്താണ്? തേ പ്രാഭവം ന വിധ. ഗോപാലനാരുടെ അർത്ഥം ഇതാണ് പറയുന്നത്. അങ്ങയുടെ ആ വൈഭവത്തെ ഞങ്ങൾക്ക് ആർക്കും അറിയാൻ കഴിയുന്നില്ല. മൂഢാനാം കുബുദ്ധീനാം അറിവില്ലാത്തവരായിട്ടുള്ള ഈ കുൽസിത ബുദ്ധികളായിട്ടുള്ള ഞങ്ങളുടെ ഈ അതിക്രമത്തെ ക്ഷന്തും അങ്ങ് ക്ഷമിക്കണേ എന്നാണ് പറയണത്. സ്ഥിത്യുൽപത്യപ്യയാനം ത്വം ഏകോ ഹേതു നിരാശ്രയ ലോകാൻ ക്രീഡനഗാനീശ ക്രീഡതസ്തേ വദന്തി. അങ്ങ് സ്വയം നിരാശ്രയനാണ്, ഒന്നിനോടും ആശ്രയില്ലാത്ത ആളാണ്. അങ്ങനെയുള്ള അങ്ങ് സ്ഥിത്യുൽപത്തി അപ്യയാനാം നാശം ഏതു ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി സ്ഥിതി നാശം ഇതിനെല്ലാം ഏകമായിട്ടുള്ള കാരണം അങ്ങ് തന്നെയാണ്. അങ്ങനെയുള്ള ഈശ്വര ക്രീഡത ഒരു ലീലയായിട്ടുള്ള കളിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങയുടെ ക്രീഡനകാൻ ലോകാൻ വദന്തി അങ്ങയ്ക്ക് കളിക്കാനുള്ള വെറും കളിക്കോപ്പുകളാണ് ഈ ലോകങ്ങൾ മുഴുവൻ എന്ന് എല്ലാവരും പറയും, ശ്രേഷ്ഠന്മാരെല്ലാവരും പറയുന്നു. ത്വമേവ മൂർധ്നീതം അനന്തലീലയ ഭൂമണ്ഡലം ബിഭർഷി സഹസ്രമൂർധൻ അന്തേ ചയ സ്വാത്മനിരുദ്ധ വിശ്വാ ശേഷേ ദ്വിതീയ പരിശിഷ്യമാണ. സഹസ്രമൂർധൻ 1000 ശിരസ്സുള്ളവനെ, അനന്തസ്വരൂപനായിട്ടുള്ളവനെ, അതായത് ആ പരിച്ഛേദ്യമായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയവനെ, ത്വമേവ ഇതം ഭൂമണ്ഡലം ഈ ഭൂമണ്ഡലത്തെ മുഴുവൻ അങ്ങ് തന്നെ
മൂർധ്നി തൻ്റെ ശിരസ്സിൽ ലീലയാ ബിബർഷി ഒരു ലീലയായിട്ട് ഭരിക്കുന്നു, അതായത് ധരിക്കുന്നു എന്ന് പറയുകയാണ്. അന്തേ അവസാനത്തിലും യാതൊരുത്തൻ സ്വാത്മനിരുദ്ധ വിശ്വ തന്നിൽ തന്നെ നിരോധിക്കപ്പെട്ട സമസ്ത പ്രപഞ്ചത്തോടു കൂടിയവനായിട്ട് അദ്വിതീയ രണ്ടാമതൊന്നില്ലാത്തവനായിട്ട് പരിശിഷ്യ അവശേഷിക്കപ്പെട്ടവനായിട്ട് ശേഷേ ശയിക്കുന്നു. അങ്ങ് തന്നെയാണ് ആദിശേഷമൂർത്തിയായുള്ള അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ തൻ്റെ ശിരസ്സിൽ ധരിച്ചുകൊണ്ട് ലീലയായിട്ട് ധരിച്ചുകൊണ്ടിരിക്കുന്നത്. കോപസ്ഥേഖില ശിക്ഷാർത്ഥം നദ്വേഷാൽ ന ച മത്സരാൽ ബിഭ്രതോ ഭഗവൻ സത്വം സ്ഥിതിപാലന തൽപരാ. അങ്ങ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഗുണങ്ങളും അങ്ങയുടെ കയ്യിൽ തന്നെയാണ്. അങ്ങെങ്ങനെയാണ് സാധാരണ രീതിയിൽ സത്വം ബിഭ്രത തേ, അതായത് സത്വഗുണത്തെ ധരിച്ചിരിക്കുന്ന ആളാണ് സാധാരണ എല്ലാ സമയത്തും. എന്നാലോ ചില സമയത്ത് തേ കോപം, അങ്ങയുടെ ഈ കോപം എങ്ങനെയാണ് അഖില ശിക്ഷാർത്ഥം എല്ലാ ജനങ്ങളെയും ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദ്വേഷം ഹേതുവായിട്ടോ മത്സരം ഹേതുവായിട്ടോ അല്ല തന്നെ ഭഗവൻ. കാരണം ഭഗവാനെ ത്വം സ്ഥിതി പാലന സാധാരണ രീതിയിൽ അങ്ങ് മര്യാദകളുടെ പാലനത്തിന് വേണ്ടിയിട്ട് താല്പര്യങ്ങളായിട്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ സാത്വികഭാവത്തിൽ ഇരിക്കുകയാണ്. തൻ്റെ ആ മര്യാദകളെ ആരെങ്കിലും ലംഘിക്കുമ്പോൾ ആ മര്യാദകളുടെ പാലനത്തിന് വേണ്ടി മാത്രം ഇടയ്ക്കങ്ങനെ ഈ കോപത്തെ ധരിക്കുകയാണ് അങ്ങ് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നമസ്തേ സർവഭൂതാത്മൻ സർവശക്തിധരാംയയ വിശ്വകർമ്മൻ നമസ്തേസ്തു ത്വാം വയം ശരണം ഗതാ. അതുകൊണ്ട് സർവഭൂതാത്മൻ സകല ഭൂതങ്ങളിലും ആത്മാവായി വസിക്കുന്നവനെ, സർവശക്തിധര എല്ലാ ശക്തികളുടെയും ഉറവിടമായവനെ, അവ്യയ ഒരിക്കലും വികാരമില്ലാത്തവനായവനെ, സകല കർമ്മങ്ങളും നടത്തുന്നവനെ, അങ്ങയ്ക്ക് നമസ്കാരം. തേ നമ അസ്തു. ത്വാം വയം ശരണം ഗത. ഞങ്ങളെല്ലാവരും അങ്ങേ ശരണം പ്രാപിച്ചവരായിരിക്കുന്നു, രക്ഷിക്കണേ, ശരണം തരണേ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ബലരാമ സ്വാമിയുടെ കൽക്കൽ വീഴുകയാണ്. ശ്രീശുകൗവാച ഏവം പ്രപന്നൈ സംവിഘ്നൈർ വേപമാനായനൈർബല പ്രസാദിത സുപ്രസന്നോ മാ വൈഷ്ഠേത്യഭയം ദദൗ. ശ്രീ സുബ്രഹ്മണ്യ പറയാണ്, ഇപ്രകാരം പ്രപന്നൈ സംവിഘ്നൈ ശരണം പ്രാപിച്ചവരും വളരെയധികം ഭയപ്പെട്ടവരും ദേവമാനായ ഇളകിക്കൊണ്ടിരിക്കുന്ന ആ വാസസ്ഥാനത്തോട്, അതായത് പേടിച്ച് എന്താണ് അസ്ഥിനപുരം അങ്ങനെ കടന്നങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അവരാൽ പ്രസാദിപ്പിക്കപ്പെട്ടവരും സുപ്രസന്ന ബല വളരെയധികം തെളിഞ്ഞവനായിട്ടുള്ള ബലരാമസ്വാമി മാ ഭൈഷ്ട ഇതി അഭയം ദദൗ. അവർക്ക് എന്നാ പേടിക്കണ്ട നിങ്ങൾ എന്ന് പറഞ്ഞ് അവർക്ക് എല്ലാവർക്കും അഭയത്തെ നൽകി. രഥാനം ഷൽസഹസ്രാണി രൗക്മാണം സൂര്യവർച്ചസം ദാസീനാം നിഷ്കണ്ഠീനാം സഹസ്രം ദുരിതവത്സല. അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സാമ്പനും കൂട്ടിയ സമ്പൻ്റെ അതിൻ്റെ പത്നിയായി തീർന്ന ലക്ഷ്മണിക്ക് വേണ്ടിയിട്ട് രൗക്മാനാം സൂര്യവർച്ചസാം രഥാനാം ഷൽ സഹസ്രാണി 6000 നല്ല സൂര്യകാന്തി ഉള്ളതായി സൂര്യനെ പോലെ ശോഭിക്കുന്നതായിട്ടുള്ള നല്ല സ്വർണ്ണമയങ്ങളായിട്ടുള്ള തേരുകൾ, അതുമാതിരി നിഷ്കണ്ഠീനാം ദാസീനാം സഹസ്രം 1000 ദാസിമാരെങ്ങനെയാണ് അവരുടെ കഴുത്തിലൊക്കെ നല്ല സ്വർണ്ണ ആഭരണങ്ങളൊക്കെ അണിഞ്ഞുള്ളവരാണ് അവരെല്ലാവരും ഈ ദുഹിതൃ പുത്രിയിൽ വാത്സല്യമുള്ളവനായിട്ടുള്ള ദുര്യോധനൻ നൽകി എന്ന് പറയുകയാണ്. പാരിപരികമായിട്ട് പ്രതിഗൃഹ്യതു തൽസർവം ഭഗവൻ സത്വദർശവ സ്വസുത ശുശ്രൂഷപ്രായൽ സുഹൃഭിർ അഭിനന്ദിത. തത്സർവം പ്രതിഗൃഹ്യ അതെല്ലാം സ്വീകരിച്ചിട്ട് സസുത തൻ്റെ പുത്രനോടുകൂടിയും, രാമസ്വാമിയുടെ പുത്രനെ ഭഗവാന്റെ പുത്രനല്ലേ, ആ പുത്രനോടുകൂടിയും സസ്നുഷ അതായത് പുത്രഭാര്യയോടും കൂടിയിട്ട് ഭഗവാൻ ബലരാമസ്വാമി സുഹൃദ്ഭി സുഹൃത്തുക്കളാൽ അഭിനന്ദിക്കപ്പെട്ടവനായിട്ട് പ്രയാണം ചെയ്തു, തിരിച്ച് മടങ്ങി വരാൻ തുടങ്ങി. തതപ്രവിഷ്ടസ്വപുരം ഹലായുധ സമേത്യബന്ധൂൻ അനുരക്തചേതസാ ശശംസ സർവം യദുപുങ്കവാനം മധ്യേ സഭായം പുരുഷുസ്വചേഷ്ടിതം. തഥാ അതിനുശേഷം അനന്തരം ഹലായുധ ബലരാമസ്വാമി സ്വപുരം പ്രവിഷ്ട തൻ്റെ രാജധാനിയെ പ്രവേശിച്ചിട്ട് അനുരക്തചേതസ
ബന്ധൂൻ സമയത്ത് തന്നോട് ഏറ്റവും അധികം സ്നേഹമുള്ള തൻ്റെ ബന്ധുക്കളെ പ്രാപിച്ചിട്ട് യദുപുങ്കവാനാം സഭായാം മധ്യേ യാദവശ്രേഷ്ഠന്മാരുടെ ആ സഭയിൽ വെച്ചിട്ട് കുരുഷു സർവം സ്വചേഷ്ടിതം ശശംസ ആ കൗരവന്മാരുടെ താനുമായിട്ടുണ്ടായിട്ടുള്ള എല്ലാ വ്യാപാരത്തെയും മുഴുവൻ വിസ്തരിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു. അദ്യാപിജപുരം ഹേതൽ സൂചയൽ രാമവിക്രമം സമുന്നതം ദക്ഷിണതോ ഗംഗായാം അനുദൃശ്യതേ എന്നുണ്ട്. ഇതില് ഗന്ധും യാം അനുദൃശ്യത എന്നാണ് ഗോപാലൻ നായർ രണ്ട് ഓരോ പാഠഭേദങ്ങളാണ്. അതായത് ഗന്ധും യാ അതായത് ഗംഗാനദിയിലേക്ക് അങ്ങോട്ട് വീണമാരി അങ്ങനെ ചെരിഞ്ഞും കൊണ്ടാണ് ഇന്നും അദ്യാപിജപുരം ഹേതൽ ഇന്നും ആ ഹസ്തിനാപുരം അങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് പറയുകയാണ്. എങ്ങനെ രാമവിക്രമം സൂചിയാൽ ബലരാമൻ്റെ ആ പരാക്രമത്തെ സൂചിപ്പിക്കുന്നതായിട്ട് ആ നദിയെ അനുഗമിക്കാനായിക്കൊണ്ട് ദക്ഷിണത തെക്കു ഭാഗത്തിൽ തെക്ക് ഭാഗത്ത് ഒറ്റങ്ങനെ ഉയർന്നുകൊണ്ടും വടക്ക് ഭാഗത്ത് താഴ്ന്നുകൊണ്ടും ഇന്നും അങ്ങനെ കാണുന്നുണ്ട് എന്നാണ്. അങ്ങനെ ഇപ്പോഴും ആ രാമവിക്രം സൂചിപ്പിച്ചുകൊണ്ട് ഹസ്തിനാപുരം കുറച്ചങ്ങനെ ഗംഗാനദിയിലേക്ക് ചെരിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആ അധ്യായം അവസാനിക്കുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ആസ്തിനപുരകർഷണ രൂപ സംഘർഷണ വിജയോ നാമ അഷ്ടഷഷ്ടിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.